ഓണാഘോഷങ്ങൾക്കായി കണ്ണകി ഫ്ലവേഴ്സ് ഒരുക്കിയത് പൂക്കളുടെ വർണ്ണ വസന്തം. തീരദേശ മേഖലയിലെ വൈവിധ്യമാർന്ന ആഘോഷങ്ങൾക്ക് വർണ്ണപ്പകിട്ട് പകർന്നു നൽകുന്ന കണ്ണകി ഫ്ലവേഴ്സ് ഇത്തവണത്തെ ഓണാഘോഷവും കളറാക്കി മാറ്റി. നയനങ്ങൾക്ക് ദൃശ്യവിസ്മയം ഒരുക്കുന്ന നിരവധി പൂക്കളാണ് ഈ വർഷവും ഓണത്തിനായി ഗിരീഷ് കർണകി തന്റെ ഷോപ്പിൽ എത്തിച്ചത്. വിവിധ നിറങ്ങളിലുള്ള ചെണ്ടുമല്ലി, ജമന്തി, പൂജാ റോസ് ഉൾപ്പെടെ വൈവിധ്യമാർന്ന പൂക്കൾ വിലക്കുറവിലാണ് വിൽപ്പന നടത്തുന്നതെന്ന് ഗിരീഷ് പറഞ്ഞു. സെലിബ്രേഷനുണ്ട്, പല സ്കൂളിലും കോളേജുകളിലൊക്കെ സെലിബ്രേഷനുണ്ട്. ഉത്രാടം, ഞായറാഴ്ച ഓണം. അപ്പോൾ നല്ല രീതിയിൽ ഇപ്പോൾ 3-4 ദിവസമായിട്ട് നല്ല രീതിയിൽ ഇപ്പോൾ കച്ചവടം തുടങ്ങുന്ന പ്രതീക്ഷയാണ് നമ്മൾ. അതിനിടയിൽ ഈ മഴ ഇങ്ങനെ നമ്മളെ ഒരു രസംകൊല്ലിയായിട്ട് ഇടയിൽ പെയ്യണ കാരണം അങ്ങനെ ഒരു ആശങ്ക ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. പിന്നെ വിലയുടെ കാര്യം പറയാനാണെങ്കിൽ പൊതുവെ എല്ലാ വർഷത്തിലും വില കുറവാണ് ഈ വർഷം. എല്ലാ വർഷത്തിലും എല്ലാ പൂവിനും, അതായത് സാധാരണ വില കൂടുന്ന പൂവ് വൈറ്റ് കളറും റോസ് കളറുമാണ്. റോസിൽ റെഡ് ചില്ലിയാണ് വില കൂടുന്നത്. ഈ വർഷം അതിനൊന്നും വിലയില്ല. 200 രൂപ 250 രൂപയുള്ളൂ. വൈറ്റ് ജമന്തി നല്ല പ്യുവർ വൈറ്റും ഉണ്ട്. മഴ ആ നാട്ടിൽ മഴയില്ലാത്ത കാരണം വരുന്നതൊക്കെ നല്ല ഫ്രഷ് പൂവാണ്. സാധാരണ ഈ സമയങ്ങളിൽ അവിടെ മഴ ഉണ്ടാവാറുണ്ട് എല്ലാ മാർക്കറ്റിലും. ഇപ്പം നമുക്കിപ്പോൾ തോവാള ഒഴിച്ച് ബാക്കി, തോവാള തിരുവനന്തപുരം ഭാഗമായ കാരണം അവിടെ ഒഴിച്ച് ബാക്കി നമ്മുടെ മാർക്കറ്റ് കുപ്പം, റായിക്കോട്ട, ഒസൂര്, ദിണ്ടുകൽ മാർക്കറ്റിൽ നിന്നാണ്, കോയമ്പത്തൂരിൽ നിന്നാണ് നമുക്ക് പൂക്കൾ വരുന്നത്. ആ ഭാഗത്തൊന്നും കാര്യമായ മഴയില്ലാത്ത കാരണം ഈ വർഷം പൂക്കളൊക്കെ നല്ല ഫ്രഷാണ്. അതുപോലെ തന്നെ വിലയും കുറവാണ്. വില എന്താണെന്ന് മനസ്സിലാവണം, നല്ല വില കുറവാണ് ഈ വർഷം. ഓറഞ്ച് വെന്തി ആയാലും മഞ്ഞ വെന്തി ആയാലും വെള്ള ജമന്തി ആയാലും ചില്ലി റോസ് ആയാലും പിന്നെ പൂജാ റോസ് പിങ്ക് കളർ, ഇത് പിങ്ക് അരളിക്കൊപ്പം നിൽക്കുന്ന ഒരു കളറാണ്. അത് കാരണം അതിനാണ് ഈ വർഷം കച്ചവടം. ഈ അരളിയുടെ കച്ചവടം എന്താ പറയുക, സാമാന്യ ഒരു 90% ഇല്ലാണ്ടായി അരളിയുടെ കച്ചവടം. ഈ കളറിന് നമുക്ക് കച്ചവടം വരും. അതുപോലെ തന്നെ മാക്സിമം വെന്തിപ്പൂവായാലും ഓറഞ്ച് വെന്തിയായാലും നാട്ടിലെ കൃഷി അധികമായ കാരണം നാട്ടിലെ കൃഷികളിൽ ധാരാളം ഓറഞ്ച് വെന്തി ഗവൺമെൻറ് കർഷകർക്കായാലും കുടുംബശ്രീ ആയാലും പിന്നെ ഗവൺമെൻറ് കൃഷിഭവൻ വഴി എല്ലാവർക്കും വിതകൾ കൊടുത്തിട്ട് നമ്മുടെ നാടുകളിൽ കണ്ടമാനം കൃഷി നടത്തിയിട്ടുണ്ട്. ഓറഞ്ച് വെന്തി ആയാലും മഞ്ഞ വെന്തി ആയാലും. അതുകൊണ്ടായിരിക്കാം കച്ചവടത്തിന്, ചില്ലറ വ്യാപാരത്തിന് നമ്മൾക്കൊരു കുറവ് സംഭവിച്ചിട്ടുണ്ട്. അത്തം മുതൽ സാധാരണ അത്തം മുതൽ നല്ല കച്ചവടം ഉണ്ടാവും. ഈ അത്തക്കളത്തിലിടാനായിട്ട് പൂവ് കൊണ്ടുപോകാറുണ്ട്. ഈ വർഷം അതിൻ്റെ കച്ചവടം സാമാന്യം കുറവായിരുന്നു. കാരണം ഇതായിരിക്കും എന്ന് വിചാരിക്കുന്നത്. കാരണം എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ പഞ്ചായത്തുകളിലും, കൃഷിഭവൻ്റെ ഓഫീസുകളിലും കുടുംബശ്രീകളടക്കം കുറച്ച് തൈ വെച്ച് 200, 300, 500 തൈ വെച്ചിട്ട് എല്ലായിടത്തും ഉണ്ട് ഈ മഞ്ഞ വെന്തി, ഓറഞ്ച് വെന്തി. അതിൻ്റെ ആയിരിക്കും. അതുകൊണ്ടും കൂടിയാണ് എനിക്ക് തോന്നുന്നത് വില കുറച്ച് ഭയങ്കര ഡാവും. ഇങ്ങനെ ഒരു വില ഒരു വർഷം, ഇതൊരു 10 വർഷം മുമ്പാണ് വെന്തിപ്പൂവിന് നമ്മൾ ഹോൾസെയിൽ കൊടുക്കുന്നത് 40 രൂപയ്ക്കാണ്. അതൊരു 10 വർഷം മുമ്പുള്ള വിലയാണ്. ഇപ്പോഴും ഇന്ന് ഈ കൊല്ലം 40 രൂപയ്ക്കാണ് വെന്തിപ്പൂ. മഞ്ഞ വെന്തി 50 രൂപ, ഓറഞ്ച് വെന്തി 40 രൂപ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വെള്ള ജമന്തി, ചില്ലി റോസ്, ഇതൊക്കെ ഹൈ നിൽക്കുന്ന വിലകളാണ്. ഇതൊക്കെ വില കുറഞ്ഞു. ഡാവിഞ്ചി സുരേഷ് ശ്രീനാരായണ ഗുരുദേവന്റെ ചിത്രം ഒരുക്കിയതും കണ്ണകി ഫ്ലവേഴ്സ് നൽകിയ പൂക്കൾ കൊണ്ടാണ്. ദർബാർ ഹാളിൽ 60 അടി വലിപ്പമുള്ള ഗുരുദേവന്റെ ചിത്രം ഒരുക്കാൻ 1 ടൺ പൂക്കൾ വേണ്ടി വന്നതായി ഡാവിഞ്ചി സുരേഷ് പറഞ്ഞു. കണ്ണകി ഗിരീഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള പരിചയമാണ് പുള്ളിനായിട്ട്. പിന്നെ മാത്രമല്ല ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ SNDPയുടെ ഒരു ഭാഗമായിട്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു വലിയ ഒരു ചിത്രം 60 അടി വലുപ്പത്തിൽ ചെയ്തപ്പോൾ 1 ടണ്ണ് പൂക്കളാണ് ഗിരീഷ് എനിക്ക് വേണ്ടി ഇറക്കി തന്നത്. ശരിക്കൊരു നമ്മളൊരു ചിത്രം ചെയ്യാന്ന് പറയുന്നത് അതിൻ്റെ മീഡിയമാണ്, ആ മീഡിയത്തിൻ്റെ നിറങ്ങളാണ് ചിത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഈ പൂക്കൾ കൊണ്ട് ഒരു ചിത്രം വലുതായിട്ട് കൊടുങ്ങല്ലൂരിൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ആദ്യം മനസ്സിൽ വന്നത് ഗിരീഷിൻ്റെ മുഖം തന്നെയാണ്. കാരണം ഏറ്റവും കൂടുതൽ ഓണക്കാലമായി കഴിഞ്ഞാൽ ഗംഭീര എന്താ പറയുക, ഒരുപാട് പൂക്കളുകൾ ഒരുപാട് പേരിലേക്ക് എത്തിക്കുന്ന ഒരാൾ കൂടിയാണ് ഗിരീഷ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ടുള്ള ഗിരീഷിൻ്റെ പൂക്കളുകൾ, ഗിരീഷ് സ്പോൺസർ ചെയ്തിട്ടുള്ള പൂക്കൾ ഉപയോഗിച്ചിട്ടാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ 60 അടി വലുപ്പത്തിലുള്ള ഒരു ചിത്രം തീർത്തത്. എൻ്റെ 100 ചിത്രങ്ങളിലൊരു ചിത്രം ഗിരീഷ് സ്പോൺസർ ചെയ്തിട്ടുള്ള ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ ചിത്രമാണ്. കഴിഞ്ഞ വർഷങ്ങളിലേക്കാൾ പൂക്കൾക്ക് വിപണിയിൽ പൊതുവെ വിലക്കുറവാണ്. ചെണ്ടുമല്ലി പൂക്കൾ തീരദേശ മേഖലയിലെ നിരവധി കർഷകർ കൃഷി ചെയ്തതിനാലാകാം പൂക്കൾക്ക് ഇത്തവണ വിലക്കുറവ് അനുഭവപ്പെടുവാൻ കാരണമെന്നും അദ്ദേഹം പറഞ്ഞു.